ദൈവത്തിലേക്ക് നോക്കി. പാടുന്നു ഞാൻ ഹൃദയേ ആരാധന സ്തുതി എന്നും. ഒന്ന് ചേർന്ന് ആലപിച്ച് ആരാധന സ്തുതി എന്നും. രണ്ട് കരകളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഒന്ന് സ്തുതിച്ച മക്കളെ, സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല 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 ഹല. അബ്രാഹത്തിന്റെ ദൈവമേ, ഇസ്ഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു. ആരാധന 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 ആരാധന. കർത്താവിന്റെ സന്നിധിയിലേക്ക് കരമുയർത്തി സ്വരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. അബ്രാഹത്തിന്റെ ദൈവം നിന്റെ കൂടെ, ഇസ്ഹാക്കിന്റെ ദൈവം നിന്റെ കൂടെ, യാക്കോബിന്റെ ദൈവം നിന്റെ കൂടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് ആലപിച്ച് ആരാധന സ്തുതി എന്നും. അബ്രാഹത്തെ പോലെ ആരാധിച്ച് ആരാധന സ്തുതി എന്നും. ഇസ്ഹാക്കിനെ പോലെ ആരാധിച്ച് ആരാധന സ്തുതി എന്നും. യാക്കോബിനെ പോലെ ആരാധിച്ച് ആരാധന സ്തുതി എന്നും. പരിശുദ്ധമ്മയെ പോലെ ആരാധിച്ച് ആരാധന സ്തുതി എന്നും. രക്തസാക്ഷികളെ പോലെ ആരാധിച്ച് ആരാധന സ്തുതി എന്നും. സകല വിശുദ്ധരോടുമൊപ്പം ആരാധിച്ച് ആരാധന സ്തുതി എന്നും. കരങ്ങൾ കൂപ്പി ആരാധിച്ച് ആരാധന സ്തുതി എന്നും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തനം 14 അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നും നിരവധി പീഡനങ്ങളുടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. വീണ്ടും വചനം വായിക്കുന്നു. അന്ത്യോക്യയിൽ നിന്നും ഇക്കോണിയത്തിൽ നിന്നും അവിടെ എത്തിയ യഹൂദർ ജനങ്ങളെ പ്രേരിപ്പിച്ച് പൗലോസിനെ കല്ലെറിയിച്ചു. മരിച്ചുപോയെന്ന് വിചാരിച്ച് അവർ അവനെ നഗരത്തിൻ്റെ പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. എന്നാൽ ശിഷ്യന്മാർ അവന് ചുറ്റും കൂടിയപ്പോൾ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ പ്രവേശിച്ചു. എപ്പോഴെല്ലാം അപ്പോസ്തലന്മാർ തൻ്റെ ശിഷ്യന്മാരെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം അവർ സഹനത്തെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ കടന്നു പോകണമെന്നും പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തിയത്. പൗലോസ്ലീഹ കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചു. ആ സുവിശേഷം പ്രഘോഷിച്ചതിന് പൗലോസ്ലീഹായ്ക്ക് എന്താണ് ലഭിച്ചത്? ഒരുപാട് പേര് അവനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു പോയെന്ന ആ ജനം മുഴുവൻ വിചാരിച്ച് അവിടെ കൂടിയിരുന്നവരെന്താ ചെയ്തേ? പൗലോസ് മരിച്ചു പോയെന്ന് വിചാരിച്ചന് അവൻ്റെ കാലെ പിടിച്ച് വലിച്ചോണ്ട് നഗരത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയിട്ടോ. ഒരു പട്ടിയെ വലിച്ചു കൊണ്ടുവരുന്ന പോലെയാ സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ പേര് പീഡനമേറ്റ് പൗലോസ്ലീഹായെ വലിച്ചുകൊണ്ട് നഗരത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയിട്ടത്. പിന്നീട് അവൻ്റെ ശിഷ്യന്മാർ അവന് ചുറ്റും ഒരുമിച്ച് കൂടി. ഈ സമയത്ത് അവൻ്റെ മുഖത്ത് കുറച്ച് വെള്ളമൊഴിച്ച് കാണും. പൗലോസ്ലീഹായ്ക്ക് ബോധം വന്നു. ഈ സമയം പൗലോസ്ലീഹ എഴുന്നേറ്റ് നിന്നുകൊണ്ട് എന്താ പറഞ്ഞേ? ഇനി എന്നെ കൊണ്ട് ഈ പരിപാടിയൊന്നും പറ്റില്ല. അവൻ്റെ സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ പേര് എനിക്ക് കിട്ടിയത് എന്താ? എൻ്റെ ശരീരത്തിൽ ഒരു സ്ഥലം പോലും രക്തം വരാത്തതില്ല. എല്ലാ സ്ഥലങ്ങളിലും അവർ കല്ലെറിഞ്ഞ് കണ്ടില്ലേ? ഞാൻ അനുഭവിക്കുന്ന വേദന, എൻ്റെ കൈയൊടിഞ്ഞിരിക്കുന്നു, എൻ്റെ കാലൊടിഞ്ഞിരിക്കുന്നു സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ പേരിൽ. എന്നാൽ പൗലോസ്ലീഹ എന്താ പറഞ്ഞു എന്നറിയോ? ഏത് നഗരത്തിൽ വെച്ച് ആരാണ് പൗലോസ്ലീഹയെ കല്ലെറിഞ്ഞ് ആ നഗരത്തിൽ വീണ്ടും പൗലോസ്ലീഹ കടന്നു ചെന്നിരിക്കുക. ആ ക്രിസ്തുവിനെ അവൻ ശക്തമായി പ്രഘോഷിച്ചു. ആ ദേശങ്ങളെ കർത്താവിന് വേണ്ടി അവൻ നേടിയെടുത്തു. അതാണ് നമുക്ക് വചനം പറഞ്ഞു തരുന്നത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നും
നിരവധി പീഡനങ്ങളിലൂടെ കടന്നു പോകണമെന്നും പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. അപ്പോസ്തലന്മാരുടെ ജീവിതം നോക്കി, ഏത് അപ്പോസ്തലനാണ് ഒരു നൽമരണം കിട്ടിയിരിക്കുന്നത്? ഇവരൊക്കെ പീഡനങ്ങളിലൂടെ കടന്നുപോയവരല്ലേ, ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയവരല്ലേ. എങ്കിൽ ക്രൈസ്തവ ജീവിതം ഓർത്തിരിക്കുക, ഞാനും നിങ്ങളുമെല്ലാം മാമോദീസ മുക്കിയത് ക്രിസ്തുവേൽ എന്ന് സന്തോഷത്തോടു കൂടെ ജീവിക്കുന്നതിനല്ല മക്കളെ, സഹനങ്ങളിലൂടെ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ്. സഹനങ്ങൾ കടന്നു വന്നപ്പോൾ അവരൊക്കെ എങ്ങനെയാണോ പ്രതികരിച്ചത്, അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 41-ാം തിരുവചനത്തെ കാണാൻ സാധിക്കും. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ സഹനങ്ങൾ വന്നിരിക്കുന്നു. ന്യായാധിപ സംഘത്തിന് മുമ്പിൽ ഈ അപ്പോസ്തലന്മാരെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നു. അവരെ ഏതെല്ലാം രീതിയിൽ അപമാനിക്കാൻ സാധിക്കുന്നുവോ ആ രീതിയിൽ ന്യായാധിപ സംഘം അവരെ അപമാനിച്ച് പുറത്തേക്ക് വിടുക. ഈ സമയത്ത് എന്തായിരുന്നു അപ്പോസ്തലന്മാരുടെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകൾ? അവർ പറഞ്ഞു, അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 41-ാം തിരുവചനം, ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി അപമാനങ്ങൾ സഹിക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു എന്ന്. ഇതായിരുന്നു ശിഷ്യന്മാരുടെ എല്ലാം പ്രതികരണം. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരാ ഞാനും നിങ്ങളുമെല്ലാം. ക്രൈസ്തവ ജീവിതത്തിൽ സഹനങ്ങൾ ഒഴിവാക്കാനല്ല പ്രാർത്ഥന. ധ്യാനത്തിൽ പോകുന്ന, നൊവേനയിൽ പങ്കെടുക്കുന്ന, കൂടുതൽ ശക്തിയോടുകൂടെ സഹനങ്ങൾ സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട്. ഇന്നൊരു സഹനം വന്നു, ഒരു നൊമ്പരം വന്നു, രോഗം വന്നു, കർത്താവേ എങ്ങനെയാണ് ഈ സഹനം എനിക്ക് മാറ്റിത്തരാൻ സാധിക്കുക എന്നല്ല. കർത്താവ് തരുന്ന കാസ മറ്റുവരെ കുടിക്കേണ്ടത് എൻ്റെ കടമയല്ലേ എന്നല്ലേ അൽഫോൻസമ്മ സഹനങ്ങൾ കടന്നു വന്നപ്പോൾ, രോഗങ്ങൾ കടന്നു വന്നപ്പോൾ അതിനെ സ്വീകരിച്ച്. പീഡനങ്ങളിലൂടെ കത്തോലിക്ക സഭ കടന്നുപോയി. ഇന്നോളം ക്രൈസ്തവ സഭ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കാണാൻ സാധിക്കും ഒരുപാട് പീഡനങ്ങളിലൂടെയാണ് ക്രൈസ്തവ സഭ കടന്നുപോയിരിക്കുന്നത്. ഈ പീഡനങ്ങൾ കടന്നു വന്നപ്പോൾ ക്രൈസ്തവ സഭ തളരുകയല്ല ചെയ്തത്, കൂടുതൽ ശക്തി പ്രാപിച്ചു, കൂടുതൽ ക്രൈസ്തവ സഭ വളരുകയാണ് ചെയ്ത്. നമുക്ക് കാണാൻ സാധിക്കും റോമാക്കാർക്ക് എഴുതപ്പെട്ട ലേഖനം 5-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. ഒരിക്കൽ കൂടി പറയുകയാണ് വചനം, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും നമുക്ക് പ്രദാനം ചെയ്യുന്നു എന്ന്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ക്രൈസ്തവ സഭ ഇന്ന് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രൈസ്തവ സഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ അളവും വ്യാപ്തിയും നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ വളരെ സുഖമായി ജീവിക്കുന്നു, ഒരു ക്രൈസ്തവനാണ് എന്ന് മാമോദീസായിലൂടെ ആ ലേബൽ സ്വീകരിച്ചിരിക്കുന്നു. കൂദാശ ജീവിതമുണ്ട്, വിശുദ്ധ കുർബാനയുണ്ട്, കുംഭസാരമുണ്ട്, നമ്മൾ വളരെ സ്മൂത്തായി ജീവിക്കുന്ന ഒരു ക്രൈസ്തവനാണ്. എന്നാൽ നാം തിരിച്ചറിയണം, ഓരോ ദിവസവും ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ 13ഓളം ക്രൈസ്തവർ ഇന്ന് രക്തസാക്ഷികളായി മാറുന്നുണ്ട്. ഓരോ ദിവസവും 13 ക്രൈസ്തവർ രക്തസാക്ഷികളായി മാറുന്നുണ്ട്. ഇതുപോലെ തന്നെ ഓരോ ദിവസവും ഒന്നുകിൽ ഒരു ക്രൈസ്തവ ദേവാലയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ക്രൈസ്തവർ നിർമ്മിച്ചിരിക്കുന്ന ഈ മറ്റേതെങ്കിലും മന്ദിരങ്ങളായിരിക്കാം. ഇത് ഒന്നല്ല രണ്ടല്ല, ഓരോ ദിവസം 12 വീതമെങ്കിലും തകർക്കപ്പെടുന്നു എന്നാണ് കണക്ക്. ഇതുപോലെ തന്നെ ഓരോ ദിവസവും 12ഓളം ക്രൈസ്തവരുണ്ടല്ലോ പീഡിപ്പിക്കപ്പെടുകയാണ്. ഒരുപക്ഷെ ജയിലിൽ അടയ്ക്കപ്പെടുന്നു, അല്ലെങ്കിൽ നീതി അവർക്ക് ലഭിക്കാതെ പോകുന്ന അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഇതുപോലെ തന്നെ ഓരോ ദിവസവും 5 or 6 ക്രൈസ്തവർ ക്രൈസ്തവനായതിൻ്റെ പേരിൽ തട്ടിക്കൊണ്ട് പോകപ്പെടുന്നു. ഇതുപോലത്തെ ഒരു സമൂഹത്തിലാണ് രാജ്യത്തും ലോകത്തിലും ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട ക്രൈസ്തവരെ, അവർക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ കരമുയർത്തി പ്രാർത്ഥിക്കുവാൻ പീഡിപ്പിക്കപ്പെടുന്ന സഭയെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ശക്തിപ്പെടുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്തമാണ്, ദൗത്യമാണ് എന്ന് ഓരോ വ്യക്തികളും തിരിച്ചറിഞ്ഞു. നമുക്ക് കാണാൻ സാധിക്കും കർത്താവിൻ്റെ വചനം കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം
26 തിരുവചനം. ഒരു അവയവം വേദന അനുഭവിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും വേദന അനുഭവിക്കുന്നു. ഒരു അവയവം പ്രശംസിക്കപ്പെടുമ്പോൾ എല്ലാ അവയവങ്ങളും പ്രശംസിക്കപ്പെടുന്നു. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതൊക്കെ സംഭവിച്ചത് എവിടെയാണ്? ഇത് സംഭവിച്ചത് നൈജീരിയയിലല്ലേ, അഫ്ഗാനിസ്ഥാനിലല്ലേ? മാമോദീസായിലൂടെ നമ്മളൊക്കെ ഒരു സഭയിലെ ക്രിസ്തുവിൻ്റെ സഭയിലെ അംഗങ്ങളായി തീർന്നിട്ടുണ്ടെങ്കിൽ, ഈ ശരീരത്തിലെ അംഗങ്ങളായി മാറിയിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തി പീഡിപ്പിക്കപ്പെടുമ്പോൾ അതെൻ്റെ വേദനയായി മാറണം. അത് അഫ്ഗാനിസ്ഥാനിലല്ലേ, നൈജീരിയയിലല്ലേ, കെനിയയിലല്ലേ, മഡഗാസ്കറിലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്രൈസ്തവനെ മാറിപ്പോകുവാൻ അവകാശമില്ല. മറിച്ച് എപ്പോഴെല്ലാം അപ്പോസ്തലന്മാർ തൻ്റെ ശിഷ്യഗണത്തെ പ്രബോധനങ്ങളിലൂടെ ശക്തിപ്പെടുത്തിയിട്ടുണ്ടോ, അപ്പോഴെല്ലാം അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ കടന്നു പോകണമെന്നും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന മതവിഭാഗം ഏത്? തിരിച്ചറിഞ്ഞു, അത് ക്രൈസ്തവ സഭയാണ്. ഇന്ന് ക്രിസ്തുമതം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുക. ഒരു കാലഘട്ടത്തിൽ പൗലോസ്ലീഹ സുവിശേഷം അറിയിച്ച ദേശങ്ങളെല്ലാം ഇന്ന് മതപീഡനങ്ങൾ കടന്നു വന്നപ്പോൾ അവിടെ നിന്ന് ക്രൈസ്തവ സഭ ഇന്ന് അപ്രത്യക്ഷമായി എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നേരത്തെ 20% ക്രൈസ്തവരുണ്ടായിരുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ 5% മാറി. അതിദാരുണമായ പീഡനം മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും സാമൂഹ്യ ജീവിത രംഗങ്ങളിലും ഇന്ന് ക്രൈസ്തവരായതിൻ്റെ പേരിൽ വിവേചനത്തിലൂടെ കടന്നുപോവുകയാണ്. ഇതുപോലെ തന്നെ പാലസ്തീനായിൽ 15% ക്രൈസ്തവരുണ്ടായിരുന്നു. ഇന്ന് 2% ആ ക്രൈസ്തവരുടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ്. അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, മതപീഡനങ്ങളിലൂടെ അവിടെ സഭ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ക്രൈസ്തവർ നാട് വിട്ടിരിക്കുകയാണ്. ഈജിപ്തിൽ ക്രൈസ്തവരെ കൂട്ടത്തോടുകൂടെ കൊണ്ടുപോയി കടൽ തീരത്ത് കൊണ്ടുവന്ന് അവിടെ കഴുത്തറുത്ത് കൊന്നതിൻ്റെ വീഡിയോസ് നമ്മൾ ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ കാണുകയുണ്ടായി. തിരിച്ചറിയ പ്രിയപ്പെട്ടവരെ, എന്തിൻ്റെ പേരിലാ അവരൊക്കെ ക്രൈസ്തവരായി മാറിയത്? ക്രിസ്തുവിൻ്റെ പേരിൽ, ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ അവർ രക്തസാക്ഷികളായി മാറി. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളും ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ നമുക്കും രക്തസാക്ഷിത്വമുണ്ട്. ഞാനും നിങ്ങളുമെല്ലാം മാമോദീസ മുങ്ങിയത് എന്തിനു വേണ്ടിയിട്ടാ? ക്രിസ്തുവിനെ പ്രതി മരിക്കാൻ തയ്യാറാവുന്നതിന് വേണ്ടിയിട്ടാ. ഇന്ന് നമ്മുടെ ജീവിതം കൊണ്ട് ഇന്ന് സ്മൂത്തായി പോകുന്ന ഒരു ക്രൈസ്തവ ജീവിതമല്ല നമുക്ക് വേണ്ടത്. മറിച്ച് ക്രിസ്തുവിനെ പ്രഘോഷിച്ചതിൻ്റെ പേരിൽ അപമാനങ്ങൾ നേരിടുവാൻ വേണ്ടി, ക്രിസ്തുവിനെ പ്രഘോഷിച്ചതിന് വേണ്ടി രക്തസാക്ഷിയായി തീരുവാൻ വേണ്ടി ഒരാത്മശക്തിയെ ഇന്ന് ഈ ആരാധനയെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് ദിവ്യകാരുണ്യ നാഥന് മുമ്പിൽ നമുക്ക് മുട്ടുകൾ കുത്താം. പ്രിയപ്പെട്ട മക്കളെ, ദിവ്യകാരുണ്യ നാഥന് മുമ്പിൽ മുട്ടുകൾ കുത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. ലോകത്തിൻ്റെ വിവിധങ്ങളായ ദേശങ്ങളിൽ ഇന്ന് പീഡിപ്പിക്കപ്പെടുന്ന സഭയെ നമുക്ക് ഓർക്കാം. ഇന്ന് ക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന സമൂഹങ്ങളിൽ ഇന്ന് ക്രിസ്തുവിൻ്റെ പേര് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതുപോലുള്ള രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെ മാനസാന്തരത്തിന് വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിച്ചോ മക്കളെ. ക്രിസ്തുവിൻ്റെ സഭയെ പ്രതി പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവരായ മക്കളെ മുഴുവൻ ഈ ആരാധനയിലേക്ക് ചേർത്ത് വെച്ചോ. ഈ പീഡിത സഭയെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ശക്തിപ്പെടുത്തണം. പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ ജനം അവന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിച്ചുവെങ്കിൽ ഈ ആത്മജ്വാല ശുശ്രൂഷയുടെ സമയത്ത് നീ തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിച്ചോ. കർത്താവേ, ക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ ഇന്ന് അനുഗമിക്കുക കഷ്ടപ്പെടുന്ന രാജ്യങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് അവിടെ സമർപ്പിക്കുക. നോർത്ത് കൊറിയ അവിടെ സമർപ്പിക്കുന്നു, അഫ്ഗാനിസ്ഥാനെ അവിടെ സമർപ്പിക്കുന്നു, സോമാലിയ, ലിബിയ, പാകിസ്ഥാൻ, സുഡാൻ, യമൻ, ഇറാൻ, എല്ലാ രാജ്യങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് അവിടെ സമർപ്പിക്കുക. ഇവിടെയെല്ലാം കർത്താവേ, ക്രിസ്ത്യാനിയായതിന്റെ പേര് പീഡനങ്ങൾ സഹിക്കുന്ന ഈ മക്കളിലേക്ക് നീ അവിടെ ശക്തിയായി കടന്നു വരണമേ. പീഡനങ്ങൾ കടന്നു വരുമ്പോൾ സഹിക്കാനുള്ള ശക്തി ഈ മക്കൾക്ക് അവിടെ കൊടുക്കണമേ.
രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ശക്തിയോടുകൂടെ വിളിച്ച് പ്രാർത്ഥിച്ചേ. അതിരം തുറന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. രാജ്യങ്ങളുടെ മേൽ, ദേശങ്ങളുടെ മേൽ കർത്താവിന്റെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ. കർത്താവിന്റെ വചനം കടന്നു വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഇരുമ്പ് വാതിലുകൾ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ തകരട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി സഭയ്ക്ക് വേണ്ടി, പീഡിത സഭയ്ക്ക് വേണ്ടി വിളിച്ച് പ്രാർത്ഥിച്ച യേശുവേ. വിളിച്ചു വിളിച്ച് പ്രാർത്ഥിച്ചോ. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ. ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നോക്കാം. സഭ ഇപ്പോഴും വളർന്നത് സഹനങ്ങളിലൂടെയാ. സഹനം വിശ്വാസത്തിൽ ഒഴിവാക്കാനാവാത്ത ഭാഗമാണ്. AD 29 യേശു ക്രൂശിക്കപ്പെട്ടു. AD 30 ആദ്യത്തെ രക്തസാക്ഷിയായി സ്തെഫാനോസ് മാറി. വീണ്ടും നമ്മുടെ സഭയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ശിഷ്യന്മാർ ഓരോരുത്തരും രക്തസാക്ഷിയായി മരിച്ചു വീഴുകയാണ്. ക്രിസ്ത്യാനിയായ എന്റെ പേരിൽ രക്തസാക്ഷികളായവരാ. പത്രോസ്ലിഹായുടെ ജീവിതത്തിൽ നീറോ ചക്രവർത്തി അവനെ പീഡിപ്പിച്ച് ജയിലറയിലാക്കിയിരിക്കുക. അവന്റെ അധരത്തിൽ നിന്ന് കേൾക്കാൻ സാധിക്കണം നീറോ ചക്രവർത്തിക്ക്, ഈ കാലഘട്ടത്തിൽ റോമിലുണ്ടായ അഗ്നിബാധയുണ്ടല്ലോ, അതിന്റെ കാരണക്കാര് ക്രിസ്ത്യാനികളാണ് എന്ന്. ഈ സമയത്ത് ഒരിക്കലും പത്രോസിന്റെ അധരത്തിൽ നിന്ന് ഒരു തെറ്റ് വരുന്നില്ല. ആ സമയത്തും പത്രോസ് തന്റെ മുമ്പിലുള്ളവരോട്, പട്ടാളക്കാരോട്, രഹസ്യ ശിഷ്യോടൊക്കെ പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ച്. അവന്റെ ചങ്കിനുള്ളിലുള്ളത് യേശു ക്രിസ്തുവാ. അവസാനം നീറോ ചക്രവർത്തി പത്രോസ്ലിഹായെ ഉണ്ടല്ലോ കൊല്ലുവാൻ തീരുമാനിച്ചു. ഈ സമയത്ത് പത്രോസ്ലിഹ നീറോ ചക്രവർത്തിയോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ഗുരു മരിച്ചതുപോലെ എനിക്ക് മരിക്കാൻ യോഗ്യതയില്ല, അതുകൊണ്ട് എന്നെ കുരിശിൽ തൂക്കി കൊല്ലരുത്, അതിന് പകരം എന്നെ കുരിശിൽ തലകീഴായി കൊല്ലാമോ? ഇതായിരുന്നു ആദ്യത്തെ ശിഷ്യന്റെ അധരത്തിൽ നിന്ന് വന്നത്. ക്രിസ്തുവിന്റെ സഭയെ പ്രതി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ നഷ്ടധൈര്യനാവാതെ ക്രിസ്തുവിന്റെ സഭയെ പ്രതി ആ പത്രോസ്ലിഹ അവിടെ മരിക്കാൻ തയ്യാറായി രക്തസാക്ഷികളായി മാറി. രണ്ട് കരങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കുക മക്കളെ. ഈ കാലഘട്ടത്തിൽ ഒരുപാട് പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന രാജ്യങ്ങളെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച്. പാകിസ്ഥാൻ, നൈജീരിയ, ഈജിപ്ത്, ആഫ്രിക്കൻ റിപ്പബ്ലിക്, കൊളംബിയ, കാമറൂൺ, മാലി, ശ്രീലങ്ക, ഈ രാജ്യങ്ങളിലേക്കെല്ലാം പീഡിപ്പിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളിലേക്ക്, ക്രൈസ്തവ സമൂഹങ്ങളിലേക്ക് കർത്താവിന്റെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ. രണ്ട് കരം ഉയർത്തി സ്തുതിച്ചേ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കർത്താവേ, രാജ്യങ്ങളുടെ മേൽ നിന്റെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ വചനം കടന്നു വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഇരുമ്പ് ചങ്ങലകൾ യേശു നാമത്തിന്റെ ശക്തികൾ തകരട്ടെ. സുവിശേഷത്തിന്റെ ശക്തി ഓരോ ദേശങ്ങളിലേക്കും വ്യാപരിക്കട്ടെ, രാജ്യങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, നേതാക്കന്മാരുടെ മേൽ അവിടെ വ്യാപരിക്കട്ടെ. വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, ദീപികാണത്തിലേക്ക് നോക്കിക്കൊണ്ട് തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ. ഓ
എന്റെ ഈശോയെ, തിരിച്ചാൽ ഒരിക്കലും തിരിച്ചടിക്കാത്ത, അടിച്ചാൽ തിരിച്ചടിക്കാത്ത, കാത്തിരുന്ന് പ്രതികാരം ചെയ്യാത്ത ഒരു ജനതയെ എന്തുകൊണ്ട് സാമ്രാജ്യങ്ങൾ ഭയപ്പെടുന്നു? എന്തുകൊണ്ട് രാജ്യങ്ങൾ ഭയപ്പെടുന്നു? എന്തുകൊണ്ട് മതങ്ങൾ ഭയപ്പെടുന്നു? എന്തുകൊണ്ട് ചക്രവർത്തിമാർ ഭയപ്പെടുന്നു? അടിച്ചാൽ തിരിച്ചടിക്കാത്ത, കാത്തിരുന്ന് പ്രതികാരം ചെയ്യാത്ത സഭ. എന്നാ പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹായുടെ ജീവിതത്തെ നോക്കിയേ. പീഡനങ്ങളിലൂടെ കടന്നു പോയപ്പോൾ പൗലോസ്ലീഹ നഷ്ടധൈര്യനായില്ല. അവൻ പറഞ്ഞു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താൻ സാധിക്കും? ഇന്നും പ്രിയപ്പെട്ടവരെ, പീഡിപ്പിക്കപ്പെടുന്ന സഭാ സമൂഹത്തിന് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭരണാധികാരികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം പൗലോസ്ലീഹായുടെ ഹൃദയത്തിൽ നിറയുന്ന ദൈവത്തിന്റെ സ്നേഹം പീഡിപ്പിക്കപ്പെടുന്ന ഓരോ വ്യക്തികളിലേക്കും സഭാ സമൂഹങ്ങളിലേക്കും ഈ സമയം അവിടുന്ന് വ്യാപരിക്കട്ടെ. പൗലോസ്ലീഹ യേശുവിന്റെ നാമത്തെ പ്രതി രക്തസാക്ഷിയായി മാറി. കാരണം അവന്റെ ഹൃദയത്തിൽ യേശു മാത്രമായിരുന്നു. അവന്റെ ചങ്കിനുള്ളിൽ യേശു മാത്രമായിരുന്നു. അവന്റെ ജീവിതത്തിലെ ഏക ലക്ഷ്യം യേശു മാത്രമായിരുന്നു. അവന്റെ ജീവിതത്തിലെ ഏക നേട്ടം യേശു മാത്രമായിരുന്നു. അവൻ ജീവിച്ചത് ഈ ലോകം മുന്നിൽ കണ്ടുകൊണ്ടല്ല, വരാനിരിക്കുന്ന ലോകം മുന്നിൽ കണ്ടുകൊണ്ട്. രക്തസാക്ഷികളായ മക്കൾ ഓരോരുത്തരും ഓരോ ദിവസം 13 രക്തസാക്ഷികൾ ക്രൈസ്തവ സഭയിൽ ഉണ്ടാകുമ്പോൾ അവർ മരിക്കാൻ തയ്യാറാവുന്ന എന്തുകൊണ്ടാ? ഈ ലോകമല്ല, വരാനിരിക്കുന്ന ലോകം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാ. അതുകൊണ്ട് ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി അവർ മരിക്കാൻ തയ്യാറാവുന്നേ. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഇന്ന് രക്തസാക്ഷികളായ സകല വ്യക്തികൾക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് കരമുയർത്താം. ഇന്നേ ദിവസം തട്ടിക്കൊണ്ടുപോയ മക്കൾക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ കരമുയർത്താം. എല്ലാ മക്കളും വിളിച്ച് പ്രാർത്ഥിച്ചോ. രാജ്യങ്ങളെ സമർപ്പിച്ചോ. നോർത്ത് കൊറിയയെ സമർപ്പിക്കുന്നു, അഫ്ഗാനിസ്ഥാനെ സമർപ്പിക്കുന്നു, സോമാലിയ, ലിബിയ, പാകിസ്ഥാൻ, യമൻ, ഇറാൻ, നൈജീരിയ, ഇന്ത്യ, ഇറാഖ്, സിറിയ, സുഡാൻ, സകല രാജ്യങ്ങളെ സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. നീ കരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പീഡിപ്പിക്കപ്പെടുന്ന സമൂഹത്തിന് ശക്തിയായി മാറും, പ്രഭുയായി മാറും. വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കണേ യേശുവേ. സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്ക് പിടയ്ക്കുന്നു. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്ക് പിടയ്ക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവനാളായി എന്നെ മാറ്റണമേ. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ